ഒരു വെല്ലുവിളി നടത്തുന്നുണ്ട്. അതിന് നമ്മൾ ഉസ്താദുമാര് മറുപടി പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് കേൾക്കാം. വെല്ലുവിളിക്കുന്നവരോടെ ആറ്റിങ്ങൽ മുഖാമുഖത്തിൽ നിങ്ങൾ ഇപ്പൊ ഓതിയ ഫൈൻ തിബ്നലക്കും എന്ന് നിങ്ങൾ ഓതിയ രൂപത്തിൽ ഒരായത്ത് കാണിച്ചു തന്നാൽ പേരോടായി പ്രസംഗം ഇന്നു നിർത്തും. കേട്ടോ, ഈ പ്രസംഗം നിർത്തും. ആറ്റിങ്ങൽ മുഖാമുഖത്തിൽ വെച്ച് ഓതിയ ആയത്ത് കാണിച്ചു തന്നാൽ പ്രസംഗം നിർത്തിക്കോളാണ്. ഇയാളെ പ്രസംഗം നിർത്തിയോ ഇല്ലയോ എന്ന് വെച്ചാൽ നമുക്ക് കാണാം. എന്നാൽ ഇത് മാത്രം കേട്ടിട്ട് പോണ മുജാഹിദുകാരൻ കേൾക്കടാ, ഞങ്ങളുടെ മൗലവി തരക്കേടില്ലല്ലോ, സലഫി തരക്കേടില്ലല്ലോ, കേരളത്തിലെ സുന്നികളുടെ വലിയ പണ്ഡിതൻ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയെ ഇതാ വെല്ലുവിളിച്ചിട്ട് ഞാൻ ഇന്ന് പ്രസംഗം നിർത്തുന്നൊക്കെ പറഞ്ഞിട്ട് എന്തായി? സുന്നി പണ്ഡിതന്മാരെ CD അവർ കേൾക്കൂല, അവരിതും കേട്ട് മൗലവിയുടെ പറയലങ്ങ് പോകും. എന്നാൽ ഇതെന്തായി നിങ്ങളുടെ ബാക്കി കേൾക്കാം. ഇന്ന് നിർത്തിയപ്പോ ഈ പരിപാടി ഇവിടെ നിന്റെ ചെരുപ്പെടുത്ത് നടക്കും ഞങ്ങള്. കള്ളം അല്ലാഹുവിന്റെ പേരിൽ പറയേ ആയത്ത് കണ്ടോളി. ഫൈൻ തിബ്നലക്കും നോക്കോ, ഫൈൻ തിബ്നലക്കും എടുക്കടോ ചെരുപ്പ്, എടുക്ക് ചെരുപ്പ്, നിർത്തിവെക്കുമല്ലേ, നിർത്തിക്കോ, ഇന്ന് മുതൽക്ക് നിർത്തിക്കോ പ്രസംഗം. നോക്കോ, ഫൈൻ തിബ്നലക്കും. ഒന്നും കൂടി വെക്ക്, എല്ലാവരും ഒന്ന് മനസ്സിലാക്കട്ടെ. വെല്ലുവിളിച്ചല്ലേ നാദാവിട്ട് വന്നു. വെല്ലുവിളിക്കുന്നവരോടെ ആറ്റിങ്ങൽ മുഖാമുഖത്തിൽ നിങ്ങൾ ഇപ്പൊ ഓതിയ ഫൈൻ തിബ്നലക്കും എന്ന് നിങ്ങൾ ഓതിയ രൂപത്തിൽ ഒരായത്ത് കാണിച്ചു തന്നാൽ പേരോടായി പ്രസംഗം ഇന്നു നിർത്തും. ഇന്ന് നിർത്തിയപ്പോ ഈ പരിപാടി ഇവിടെ നിന്റെ ചെരുപ്പിടിച്ച് നടക്കും ഞങ്ങള്. കള്ളം അല്ലാഹുവിന്റെ പേരിൽ പറയേ നോക്കൂ, ഫൈൻ തിബ്നലക്കും, ഫൈൻ തിബ്നലക്കും, ഫൈൻ തിബ്നലക്കും. സർവ്വമൗലിമാരും നടക്കൂ ചെരുപ്പും കൂടി. ഇതെന്ത് ഞാനിട്ടു? മുജാഹിദിന്റെ മൗലവിമാരുടെ മാത്രം പ്രസംഗം കേട്ടിട്ട് ചില മുജാഹിദുകൾ അങ്ങ് വീട്ടിൽ പോയി കാണും. നമ്മുടെ പണ്ഡിതന്മാരുടെ മറുപടിയും അതിന്റെ വിശദീകരണമൊന്നും കേൾക്കാൻ അവർക്ക് നേരമില്ല. നമ്മുടെ പണ്ഡിതന്മാരുടെ മറുപടികളും അവരുടെ ഇടപാടുകളും ഒന്നും അറിയാതെ അവരങ്ങ് കേട്ടുകൊണ്ട് പോയി കളയും. പക്ഷേ ദീനിന്റെ നിയമങ്ങൾ അവരറിയുന്നില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ വിശ്വാസ പ്രമാണങ്ങൾ അവരറിയുന്നില്ല. ആ മൗലവി ആദ്യം പറഞ്ഞത്